കേമന്മാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോ ഞാൻ ഇതിന് മറുപടി പറഞ്ഞു കൊടുത്തോളാം. ഭാഗ്യമുള്ള കണ്ണുകളാ എനിക്ക്. ഇഷ്ടപ്പെട്ട കാഴ്ചകൾ മാത്രം കാണുന്ന ഭാഗ്യമുള്ള കണ്ണുകൾ. ഭക്ഷണത്തിൽ വിഷം കലർന്ന് കേട്ടപ്പോഴേക്കും ഇത്രയും നേരം സാറ് കാണിച്ച ആവേശമുണ്ടല്ലോ. അത് സാറാ മേഡത്തിനോട് കാണിക്കാനുള്ള ചങ്കൂറ്റുണ്ടോ സാറിന്? ഉണ്ടോ സാറേ? ഉണ്ടാവില്ല. ഇവിടേക്ക് പോലും നിങ്ങളെ വേഷം കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അവരാണല്ലോ. ഇതിന് മേലെ സാറിന് ഞങ്ങളിൽ കേസെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാർ അങ്ങ് എടുക്ക്. അത് കാണേണ്ട രീതിയിൽ ഞങ്ങൾ കണ്ടോളാം. ഒരിക്കൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും യൂണിഫോം പോയതിന്റെ കാരണം അന്വേഷിച്ച നിങ്ങൾ ഇത്രയും കാലവും നടന്നിരുന്നത്. പക്ഷെ തിരിച്ച് സർവീസിൽ കയറിയപ്പോ തന്നെ അതിനേക്കാളും വലിയ കൂട്ടുകെട്ടുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. എന്തിനാ സാർ ഇത്ര നല്ലൊരു ജോലി ഇങ്ങനെ നാണം കെടുത്തുന്നത്? നിസ്സാര ആപത്തിൽ നിന്നല്ല ഞങ്ങളിപ്പോ പുറത്തു വന്നത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഇത്രയും ആളുകളെ ഒന്നിച്ചു നിന്ന് എതിർത്തിട്ടും ഒന്നും പറ്റാതെ ഞങ്ങളെ കാക്കുന്നുണ്ടല്ലോ. ഈ ജന്മം മുഴുവൻ ഞങ്ങൾ അവിടുത്തെ അടിമകൾ തന്നെയായിരിക്കും. മുന്നോട്ടുള്ള വഴികളിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണേ ഭഗവാനെ. എന്നാലും എന്തൊരു കഷ്ടമായിപ്പോയി. എത്ര പാടുപെട്ട ആറ്റുവാശ്ശേരി സദ്യ എന്നൊരു പേര് അവൾ ഉണ്ടാക്കിയെടുത്തേ. അതിപ്പോ ഇല്ലാണ്ടായില്ലേ? അതാണ് പത്മിനി ശത്രുക്കളുടെ മിടുക്ക്. ഇവിടുന്ന് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അതോടെ അവരവസാനിക്കുമെന്ന് കരുതിയതല്ലേ? പക്ഷെ അവസാനിച്ചില്ല. പകരം തലപ്പൊക്കം കൂട്ടി പിടിച്ചു നിന്നു. സഹിക്കാൻ പറ്റിക്കാണില്ല. ഈ ചതി ആര് ചെയ്തതാണെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ പരമേശ്വരട്ടാ. എന്താ രണ്ടുപേരും നല്ല ടെൻഷനിലാണല്ലോ. അത് പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കുവോ ചന്ദ്രശേഖര? എപ്പോഴാണ് മോനെയും മരുമോളെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. മുൻപാണെങ്കി കണിമംഗലം പരമേശ്വരൻ വിളിച്ചു പറഞ്ഞ ഏത് പോലീസുകാരനും കേക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അത് കേക്കില്ലല്ലോ. ഇപ്പോഴത്തെ കണിമംഗലം പരമേശ്വരൻ എന്ന് പറഞ്ഞ ആരനുസരിക്കാനാ? കളിയാക്കണ്ട. പരമേശ്വരട്ടന് ഉദ്യോഗസ്ഥരോടായാലും മറ്റുള്ളവരോടായാലും എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പരമേശ്വരട്ടന്റെ കയ്യിൽ പണമില്ലാന്ന് പറഞ്ഞ് പരമേശ്വരട്ടന്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു നിൽക്കില്ല. ദേ, ഇതാണ് ഈ തറവാട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അസൂയ. കാൽ ചുവട്ടിലുള്ള മണ്ണൊലിച്ചു പോയാലും ഞരമ്പിലെ അവസാന തുള്ളി ചോര ഒലിച്ചു പോയാലും തറവാടിനെയും ഭർത്താവിനെയും പറ്റി പറയുമ്പോ ഈ കാണിക്കുന്ന ചങ്കൂറ്റം, ഐ റിയലി അപ്രിഷിയേറ്റ് ദാറ്റ്. സാറാ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ അത്ഭുതമാണ്. ആ, തറവാടിന്റെ രൂപം കണ്ടാൽ തറവാടാണെന്ന് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷേ തറവാടിത്തം എന്തെന്ന് തിരിച്ചറിയണമെന്നില്ല. ഏട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സാറയുടെ അപ്രീതി വാങ്ങി വെക്കണ്ട. അത് നന്നാവില്ല. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താനുമില്ല, ബുദ്ധിമുട്ടിക്കാനുമില്ല. ആ മര്യാദ ഞങ്ങളോടും കൂടി കാണിക്കുന്നത് നല്ലതാ.
ഞങ്ങൾ വേദനിക്കുകയോ മാനസികമായി തകർന്നിരിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാ. വേണ്ട ചന്ദ്രശേഖരൻ, എന്നെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ട. കേമന്മാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോ ഞാൻ ഇതിന് മറുപടി പറഞ്ഞു കൊടുത്തോളാം. ഭാഗ്യമുള്ള കണ്ണുകളാ എനിക്ക്. ഇഷ്ടപ്പെട്ട കാഴ്ചകൾ മാത്രം കാണുന്ന ഭാഗ്യമുള്ള കണ്ണുകൾ. സിസിലി, നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചത് തെറ്റാണെന്ന് തോന്നിക്കാണും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. ജോൺ ചേട്ടാ, മോർണിംഗിനുണ്ട് ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല. ഭക്ഷണത്തില് വിഷം കലർന്നു എന്നുള്ള സത്യ. അത് ചെയ്ത ആള് കുറ്റം ഏറ്റുപറയുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ സങ്കടം എന്താണെന്നറിയോ? നിങ്ങളെപ്പോലുള്ള സാധുക്കളുടെ വീട്ടില് അങ്ങനൊരു ദുരന്തത്തിന് ഞങ്ങൾ കാരണക്കാരായല്ലോ. അങ്ങനെയൊന്നും പറയണ്ട രാധിക. ആ ദുരന്തത്തിന് കാരണം ഞാൻ തന്നെ. സത്യത്തിൽ ഈ സാറാ മേഡവും ഞങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എവിടെയോ ഒരു അകന്ന ബന്ധം. അങ്ങനെ കണക്ഷനൊന്നും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് മോന്റെ പിറന്നാൾ നടത്തിക്കോളാം, ചെലവ് നടത്തിക്കോളാം എന്നൊക്കെ പറയുമ്പോ ഞാനത് നോക്കേണ്ടതായിരുന്നില്ലേ? ഞാനിടയ്ക്ക് ചോദിച്ചതാ, അപ്പൊ അച്ചായൻ എന്നാ പറഞ്ഞെന്നറിയോ? മോന്റെ കാര്യമല്ലേടി, നടന്നോട്ടേന്ന്. അത് കഴിഞ്ഞ് കനിമംഗലത്ത് പോയി പരമേശ്വരൻ സാറിനെ ക്ഷണിക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോഴത്തെ പൊട്ട ബുദ്ധിക്ക് എനിക്കൊന്നും തോന്നിയില്ല. അവരിപ്പോ താമസിക്കുന്ന സ്ഥലത്തല്ലല്ലോ, അതുകൊണ്ടായിരിക്കും വിളിക്കാൻ പറഞ്ഞതെന്നാ കരുതിയത്. പക്ഷേ ഇങ്ങനെ ചതിക്കാനാണെന്ന് കരുതിയില്ല. പായസത്തിൽ വിഷം ചേർത്ത് ചന്ദ്രിക അവരെ കൊണ്ട് അത് ചെയ്യിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറയുടെ കയ്യിലിപ്പോൾ പണമുണ്ട്. ആ പണം കൊടുത്താൽ കിട്ടുന്ന അധികാരമുണ്ട്. ചിലപ്പോ അവരിതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടൊന്നും സംസാരിക്കണമല്ലോ. സത്യം പറഞ്ഞ ഇപ്പഴാ അന്തസ്സോടെ നിങ്ങളുടെ മുഖത്ത് നോക്കി നിൽക്കാൻ പറ്റുന്ന. ഓട്ടെ, ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കോ? ഏയ്. പക്ഷെ എന്റെ മോനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയ അവളെ ഞാൻ വെറുതെ വിടില്ല. മോനെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ അവരെ കാണണം, അവരുടെ കഴുത്ത് വെട്ടണമെന്നൊക്കെ പറഞ്ഞ് നടക്കുക. വേണ്ട, അവരെ തെരഞ്ഞെടുന്ന് ചേട്ടന്റെ ജീവിതം നഷ്ടപ്പെടുത്തണ്ട. അവർക്കെതിരെ ഇപ്പൊ നിയമപരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ചേട്ടൻ അതിന്റെ കൂടെ നിന്നാ മതി. ചേട്ടൻ സാറക്കെതിരെ ഒരു പരാതി എഴുതണം. ഞങ്ങളത് ACPക്ക് നേരിട്ട് കൊടുത്തോളാം. പറ്റുമോ? അതെന്ത് ചോദ്യമാ? പരാതി തരണോ അതോ നേരിട്ട് വരണോ? എവിടേക്കാണെങ്കിലും വിളിച്ചോ. ഇത്രക്കാരെ വെറുതെ വിട്ടാ പറ്റില്ല. എന്റെ കുഞ്ഞാണ് സത്യം. ഇതിനു വേണ്ടി ഏത് കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വന്നാലും ജോൺസൺ നിൽക്കും. നിങ്ങൾ പരാതി തയ്യാറാക്കിക്കോ.